ഇതൊരു ചിരഞ്ജീവിയാ പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഫോട്ടോ എടുപ്പിക്കണ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഷൂട്ടിന് പോവാണ്. എന്താണ് മെറ്റേണിറ്റി ഷൂട്ട്. എന്ത് ഷൂട്ടാണ്? പോസ്റ്റ് വെഡിങ് ഷൂട്ട്. എന്താണ് അർഷിയെ? പോസ്റ്റ് വെഡിങ് ഷൂട്ടിന് വേണ്ടി നമ്മൾ പോവാണ്. നമ്മുടെ അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വളരെ വേണ്ടപ്പെട്ട കാണികളുടെ കണ്ണിലുണ്ണിയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഭർത്താവുമായി രൂപമാറ്റം നേടിയ ബാസിൽക്കായുടെ പോസ്റ്റ് വെഡിങ് ഷൂട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. അപ്പൊ ഈ ഒരു ഷൂട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എന്താണ് ഈ ഷൂട്ടിന്റെ പ്രത്യേകത അസറോ? ഈ ഷൂട്ടിന് പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു ഭർത്താവ് ഭാര്യ ആയി കഴിഞ്ഞിട്ട് ശേഷെങ്കിലും ആ ഭർത്താവ് പറയും ആയിക്കോട്ടെ തോളിൽ കഴിച്ചിട്ടെങ്കിലും ഫോട്ടോ എടുക്കാം, കൈ പിടിച്ചെങ്കിലും ഫോട്ടോ എടുക്കാം എന്നൊരു ഭർത്താവ് പറയും. പക്ഷെ ബാസിന്റെ ഒരു പ്രത്യേകത ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ബാസിൽ പറഞ്ഞത് എന്താ വെച്ചാൽ ഓളെ പിടിച്ചാണ് തുടർന്ന് ഞാൻ നിൽക്കൂല, മാറി നിൽക്കും, മാറി നണ്ടല്ല ഫോട്ടോത്തിനാണെങ്കിൽ മാത്രം ഞാനുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാണില്ല എന്ത് തരം ഭർത്താവാണ്. അങ്ങനെയുള്ള ഫോട്ടോസ് മാത്രം എടുത്താൽ നമുക്കൊരു ഐഡിയ കിട്ടിയില്ല. അർഷി എന്നിട്ട് പിൻട്രസ്റ്റിലൊക്കെ നോക്കി അങ്ങനത്തെ ഒരു ഫോട്ടോ. അർഷിയാണെങ്കിൽ ഈ ഇന്റിമേറ്റ് ഫോട്ടോസ് മാത്രം എടുത്തെടുത്ത് ശീലമായി കൊണ്ട് ഇതിപ്പോ രണ്ടാൾ വിട്ടിക്കുന്ന ഫോട്ടോസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തൊരു ലവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ലവ് നോട്ട്സുകാർക്ക് അങ്ങനെ കിട്ടണില്ല. എന്തായാലും ലവ് നോട്ട്സുകാർ ആകെ കുടുങ്ങിയിരിക്കണു ഈ ഒരു ഷൂട്ടും. എന്തായാലും നമ്മൾ പോയൊക്കെ എങ്ങനെയുണ്ടാവും ഔട്ട്പുട്ട് സാധനങ്ങളൊക്കെ പോയൊക്കെ നമ്മളിവിടെ കോഴിക്കോട് തന്നെയാണുള്ളത് കേട്ടോ. ഇനിയിപ്പം അവിടെ പ്രതിശ്രുത വരനും വധുവും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. നമ്മളെ കൂടെ ഇത് അടുത്ത കല്യാണത്തിന് ആളുടെ ഇക്കുണ്ട് അടുത്തല്ലേ. ഈ പാടത്ത് കൂടെ എങ്ങനെ പോകണ്ട, പാടം കൂടെ പാടത്ത് ബാസിലിന്റെ പാടത്ത് കോലം കുത്തിച്ചേരി ഇങ്ങനെ നിർത്തുക, ഓളെ സൈഡിൽ ഇങ്ങനെ ഇരുത്തുക. അതിനൊക്കെ തന്നെ ബാസിൽ പറ്റുള്ളൂ എന്നാ പറഞ്ഞ്. തൊടാൻ പറ്റൂല, എന്താണ് കൈ പിടിച്ച് നടക്കാൻ പറ്റൂല, കറക്കാൻ പറ്റൂല. മറ്റേ ശ്രീനിവാസം മറ്റേ പടത്തിൽ ഏന്തിച്ച് ഇങ്ങനെ നോക്കില്ലേ, അങ്ങനത്തെ ഒരു ഫോട്ടോ മാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് പിന്നെ അവിടെ എത്തിയിട്ട് കാണട്ടാ. പുഴ വരമ്പത്താണ് ഷൂട്ട് ഇട്ടാ. അന്ന് ബാസിൽ വന്നാണല്ലോ. അപ്പൊ നമ്മള് ലൊക്കേഷനിലെത്തിയിരിക്കുന്നു. ലൊക്കേഷനിലെത്തി. അർഷിത ക്യാമറയും കാര്യങ്ങളൊക്കെ, അർഷിന്റെ ആയുധങ്ങൾ ഫുള്ളി വണ്ടിയിലാട്ടോ. ലൊക്കേഷൻക്ക് അല്ല വീഡിയോ കോൾ ഓണാക്ക്. ഫേസ് ടൈം ഇതെന്താ ഫേസ് ടൈം ഒന്നും ഓണാക്കാൻ അറിയില്ല കേട്ടോ. വാട്സ്ആപ്പ് വീഡിയോ കോൾ ചെയ്തു. ഫേസ് ടൈം എന്താന്ന് വെച്ചാൽ അവിടെ പെണ്ണോ എൻ്റെ ഒപ്പം ഉണ്ടാവേ, അതെന്ന് വെച്ചാൽ ഫേസ് ടൈം ഒന്നും അറിയാത്ത മാതിരി നിൽക്കണല്ലോ. എന്നായിക്കോട്ടെ വെച്ചാൽ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യാം. വിളിച്ചോണ്ട് പെണ്ണുങ്ങളെ ഫിറ്റാക്കണ്ടോ. ഹലോ കലിപ്പനാണ് നേരെ പിടിക്കടി ഫോൺ ഫോൺ കട്ടായി കഴിഞ്ഞാൽ സോറി ഡി, ഞാൻ വെറുതെ പറഞ്ഞതാ കാര്യമൊക്കെ. ഈ റോഡ് തന്നെ താഴത്തേക്ക് ലെഫ്റ്റിക്ക് റൈറ്റിക്ക് നമ്മളൊന്നും വയ്യായിരുന്നു. യൂട്ടേണ് ഇനി അവിടുന്ന് യൂട്ടേണ് പോയേക്കല്ല. ഓ തമാശക്കാരൻ, തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മിടുക്കൻ കുശലക്കാരൻ, ഇക്കൊരു കോമഡിയൻ തന്നെ. ഇക്കുനെറ്റില്ല, സാധാരണ ഇക്കുന്റെ കോമഡികളാണൊക്കെ. ഞാൻ അവിടുന്ന് ലെഫ്റ്റിക്ക് ലൊക്കേഷൻ ഇട്ടാ മതി. വേണ്ട ജി ലെഫ്റ്റ് ഇട്. ലെഫ്റ്റ് എടുത്തോ. ലൊക്കേഷൻ ഇട്ട് ഇഞ്ഞു വിളിച്ചു. ഏതായാലും ബാസിൽ വരട്ടെ. ഇവിടെ നിന്നാണ് നമ്മളെ ഷൂട്ട് ഇട്ടാ. കിഡ്ലൻ ലൊക്കേഷനിലാണ് നമ്മളെ ഷൂട്ട് നടക്കുന്നത്. കായലരിക്കുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ഇക്കുണ്ട്, അസറുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. പിന്നെ പുതിയാപ്പള്ളി മുതിർന്ന ഇവിടേക്ക് നിന്നിട്ട് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓഡിയൻസിന് ഹരം കൊളിക്കുന്ന, കാണികൾ ഹരം കൊളിക്കുന്ന രീതിയിലുള്ള ഷൂട്ട്.
മേത്ത് ടച്ച് ചെയ്യാത്ത രീതിയിലുള്ള ഷൂട്ടാണ്. എങ്ങനെ കയറാറ് അൺടച്ചബിൾ ഷൂട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മള് വിചാരിച്ചിരുന്ന പോസുകൾ എങ്ങനെ വെച്ചാല് ഇതാ അങ്ങോട്ട് കാണിച്ചു. ബാസിൽ ഇവിടെ എങ്ങനെ വെക്കും, അവന്റെ കുട്ടിനെ ഇങ്ങനെ ഇരുത്തും. ഇങ്ങനെ ഇരിക്കല്ല, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. കൈ പിടിക്കണ കാണിക്കുക, ടച്ച് ചെയ്തിട്ടോ ഇങ്ങനെ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ കൈ പിടിക്ക്, കൈ ഇങ്ങനെ മേലക്കൊന്തിക്ക്, അങ്ങനെ കറങ്ങ, ഇങ്ങനെ ഇങ്ങനെ അൺടച്ചബിൾ കറങ്ങൽ. പിന്നെ വേറെ പോസ് ഉണ്ട്, ഇത് ഇങ്ങനെ ഇങ്ങനെ വിൽക്കണവര് കാണിക്കുക. ഈ കൈ ഇങ്ങനെ വിടർത്ത്, ഇങ്ങനെ പിടിക്കുക, ഇവിടെ തൊട്ടടുത്തിട്ടോ. ഇങ്ങനെ റൊമാൻറ്റിക്കില് നോക്ക്, റൊമാൻറ്റിക്കില് നോക്കടാ നബീലെ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. എന്നോട് പറഞ്ഞ് എടാ ഓക്ക് അഭിനയിക്കാൻ കഴിയില്ല, എങ്ങനെ ഉണ്ടായാല് നമുക്ക് ചിരിക്കാൻ കഴിയില്ല, അപ്പൊ ആരും കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ അത് എന്നോടൊന്നും പറയണത്. പിന്നെ അവൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു. പിന്നെ അസുർ വന്നപ്പോ പിന്നെ അസുറിനോട് പറയാൻ നിർബന്ധമായി. അല്ല കോമഡി അല്ലേ, ഞാൻ ഇന്നലെ ബാസിനോട് പറഞ്ഞേ, ബാസിലെ ഒരലമ്പിനും അയക്കൂല, ഈ പോസ്റ്റ് വെഡിങ് ഷൂട്ടിന് ഒന്നിനും അയക്കണില്ല, പിന്നത്തിന് ഞാൻ വരുന്നു വെച്ച്. അപ്പോനെ ശരിയാണല്ലോ എന്ന് പറഞ്ഞു. ഓനെ എങ്ങനെയാലും ഇനി ഒഴിവാക്കണം. അത് പറയാം, ആ അടവിന് മനസ്സിലെത്തില്ല, ഞാൻ എന്തായാലും വരും പറഞ്ഞു. എന്നായിക്കട്ടെ പറഞ്ഞു. ഓനെ ആരും വരരുത്. നബീലിനെ വായക്കടത്തിയപ്പോ ഞാൻ ചോദിച്ചു, നമുക്ക് നബീലിനെ കൂട്ടുണ്ടായി. അതിൽ അർച്ചി പറഞ്ഞേ, എടാ നബീലിനെ ഒരു തിരക്കില്ലാത്ത നബീലിനെ എന്തോ തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തിരക്കുണ്ടാക്കി. അപ്പോഴേ എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഞാൻ നബീലിനെ ഫോണത്ത് വിളിച്ചു. നബീൽ പറഞ്ഞ് ഷൂട്ടുണ്ടെങ്കിൽ ഞാനും ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് എല്ലാവരും അറിയുന്നത് കേട്ടാ. ആദ്യം തന്നെ നമ്മളെ നേതാവ് വരുന്നുണ്ട്. എടാ ഈ വണ്ടിന്റെ സൈഡൊക്കെ പോയി വരരുത്. ഈ വണ്ടിന്റെ സൈഡൊക്കെ കുറച്ച് വിട്ടിട്ട് കളി വലിപ്പിച്ച് കയറ്റുന്നതാ. മിനിമം 2 കൊല്ലം മുമ്പ് വാഷ് ചെയ്ത വണ്ടിയുമായി മേക്കപ്പ് ആർട്ടിസ്റ്റും എവിടെ കൊണ്ട് ചാമ്പിക്കണല്ലോ വണ്ടി, കയാലിയുടെ ഫൗണ്ടറുമായിട്ടുള്ള എന്താ മോളെ ഇത് മഞ്ചടക്കുന്ന സൗണ്ട് വരുന്നത് ഇതിന്. എടുത്തിണ്ടാ അദ്ദേഹത്ത് പുതിയ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന എൻട്രി വരുന്നുണ്ടല്ലോ. തോറ്റിക്കളാ തേനെ തോറ്റിക്കളാ. ഓ ബ്ലഷ് ഇടേണ്ട ആവശ്യമില്ല ഇന്ന്, ബ്ലഷിന്റെ ആവശ്യമില്ല. ചിരി മാറി. ഓ ഓ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ? ഉഷാറാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ നമ്മള് ഫോട്ടോയിൽ തൊടാനും പിടിച്ചാലും നിൽക്കൂല. കല്യാണം കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് ഷൂട്ടാണ് ആണ്, പക്ഷെ നമ്മൾ തൊടാനും പിടിച്ചാലും നിൽക്കൂല. അപ്പൊ അൺടച്ചബിൾ ഫോട്ടോസ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടു വന്നിട്ട് അത് പറയാൻ പാടില്ലല്ലോ. ഇജ്ജ് വന്ന സന്തോഷത്തില് ഈ ഫോട്ടോഷൂട്ട് മാറുന്നതാണ്. ഞാൻ അണ്ടപ്പടി ചില്ല വന്നാലോ ഫോട്ടോഷൂട്ടിൽ കൂടിയിട്ട് ചില്ല മതി. സുഹൃത്തുക്കളെ, നമ്മളെ ബ്രൈഡ് ഇവിടെ ഒരുങ്ങുകയാണ്. അൺടച്ചബിൾ ഷൂട്ടാണിത്. പ്രൈവറ്റ് പോസ്റ്റ് വെഡിങ് ഷൂട്ടല്ല, അൺടച്ചബിൾ ഷൂട്ട്. അൺഎക്സ്പെക്ടബിൾ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ട് ടച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്നില്ല? എന്തൊരു പേടി എന്റെ മനസ്സിൽ ഇപ്പോഴും. ഇങ്ങനെ നിൽക്കാനാല് സെറ്റ് ചെയ്യും. ഇങ്ങനെ നിക്കാൻ ഇങ്ങനെ ഇരുന്നിക്കണെങ്കിൽ ഇത് പൊളിക്കൂട്ടോ. മസലൊക്കെ കാണിച്ചാണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടെന്നാലോ. ഓ ഇത് ഉണ്ണി മുകുന്ദം നിക്കാനോണ പോലെ ഉണ്ട്. കോസ്റ്റ്യൂം ഗുഡാണ്, ആവറേജ് ആണ്, എല്ലാം പോരാ. ഓന് നമ്മളോന്റെ കല്യാണത്തിന് എൻജോയ് ചെയ്യാൻ തന്നെ അയച്ചിട്ടില്ല. ഇതും എൻജോയ് ചെയ്യാൻ അയക്കില്ല. പിന്നെ ഓനെ വലിയ പൊലിവാക്കണേ പോരാ. താടി മുടി പാളി വിളിച്ചില്ലേ ഷൂട്ടിന്, അറിയാതെ നടത്താൻ നോക്കി. ഹർഷറിന് ഇന്നേ ഒരു വർക്ക് ഉണ്ട് പറഞ്ഞു. ഹർഷിക്ക് ഫുള്ള് നാടകം. ഇന്നൊരു വർക്ക് ഉണ്ട് പറഞ്ഞു. എവിടെ വെച്ച് ഞാൻ വന്ന് കിടക്ക, തിന്നൊന്ന് കിടക്ക. അതില് ഹർഷി
ഞാൻ ആകെ ക്ഷണിച്ചു ഞാനല്ല ജില്ല എന്നാ കുഴപ്പമില്ല കുഴപ്പമില്ലാന്നോ എന്താ ഞാൻ ഉണ്ട് പറഞ്ഞാ ഉണ്ടോ എന്നാ പോരെ നിർബന്ധമൊന്നുമില്ല അപ്പോഴെ ഡൗട്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ കല്യാണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടോ അത്രേ ഉള്ളൂ ഗുണ്ട് പൊട്ടിച്ചൊക്കെ അടിപൊളിയല്ലേ ഓ സീൻ ഇതിട്ടെടുക്ക് വിഷയായി അങ്ങനെയല്ല ചെക്കന്റെ അങ്ങനെയല്ല ഇത് രണ്ടും വാപ്പം എത്തിപ്പോയി കണ്ടപ്പോ എടാ ഇത് ഇങ്ങനെയല്ല ഇഡലി ഇത് ഷർട്ട് ഇടുന്ന മാതിരിയല്ല. അങ്ങനെ രണ്ട് കൈ ഒരുമിച്ച് ഇടണം അതൊന്നും അറിയില്ല അല്ലേ ഇവന് വെറുതെ കൊണ്ടാ ഇറങ്ങി യൂട്യൂബ് നോക്കി പഠിച്ചാ എങ്ങനെയുണ്ട് ഗ്രൂമർ എന്ന് പറഞ്ഞാണ്ട് ചർച്ചി പറഞ്ഞ മീനി ആ ബ്ലഷിങ് ഇപ്പോഴും മുഖത്തുനിന്ന് പോയിട്ടില്ല ആ കല്യാണത്തിന്റെ അന്നത്തെ അതേ ഒരു ആ ബ്ലഷാണ് ഇപ്പോഴും മുഖത്ത് കിട്ടുന്നത് ओ सलवा सीतारों में मदानिया हाय मेरे प्यार की ഇന്ത്യൻ വെഡിങ് ആണ് നമ്മള് ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല പച്ചക്കാലമലാണ് നാച്ചുറൽ വെഡിങ് ഷൂട്ടാണ് നാച്ചുറൽ വെഡിങ് ഷൂട്ടാണ് നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ ആ ഇടക്ക് വള്ളൊക്കെ അതായത് ബാസിന് എവിടെയാണെങ്കിലും അസറോ ബാസിന്റെ ശരീരം എവിടെയാണെങ്കിലും മനസ്സ് എവിടെയാ മനസ്സ് അവിടെയാ മനസ്സ് അങ്ങോട്ടാ പോണത് കേട്ടോ മനസ്സും കണ്ണും അങ്ങോട്ടാ പോണത് അല്ല ഇനി ശരിക്കും ബാസിൽ ഉദ്ദേശം അൺടച്ചബിൾ ഷോട്ട് എവിടെയാണ് ബാസിൽ ഇവിടെ ഓൾ അവിടെയും ബാസിലെ കുറച്ചൊക്കെ എടുത്ത് എടുക്കട്ടോ കുറച്ചൊക്കെ എടുത്തു ബാസിലെ അതൊക്കെ കൊടുക്കണ്ടാണ് എന്റെ ഓക്സോ എന്നാ ഓക്സ് ഈ കൊടുക്കുമ്പോ ക്യാമറ വെച്ച് സ്ട്രീം ചെയ്യേണ്ടി പുതിയ അഡിഡാസിന്റെ ഷോക്സ് ഇതാ പുതിയ ഈ ഫുൾ സോക്സ് ഇടാൻ പറ്റൂല എന്തൊക്കെ സോക്സ് കാണും ആണോ എന്നാ സോക്സ് ഇടണ്ട സോക്സ് ഇടണ്ട സോക്സ് കാണൂലോ അപ്പം അങ്ങനെയാണോ ആ സോക്സ് കിട്ടോ കാല് കഴിക്കിട്ടേ ഇനിയിപ്പോ ഈ സോക്സ് എത്താ കാട്ടെ ഇത് കൂടി ജേ ഷോക്സ് കാല് കേക്ക് ബോറമിയൊന്നുമില്ലല്ലോ മാക്സിമം പറയില്ലേ കോൺഫിഡന്റ് അല്ലേ ഷൂട്ട് കൺഫേം ആണോ സംഭവം ഞാൻ ഉക്കാട്ടോ അത്ര ഉള്ളു മുത്തേ ഈ ഡ്രസ് ആ താടി മീശ കുഴപ്പത്തിണ്ടല്ല എത്ര വയസ്സുണ്ട് എനിക്കിപ്പോ 20 ഇപ്പൊ എത്ര അറിയോ 18 19 ആ ശരി കല്യാണം കഴിഞ്ഞ 18 ആണല്ലേ കറക്റ്റ് സൈഡിൽ സൈഡ് നോക്കുമ്പോ ഒരു 19 നേരിട്ട് കണ്ടോ ഓ 19 തിരിച്ച് 19 തന്നെയാണ് വന്നു എനിക്കൊന്നും കോസ്റ്റ്യൂം നമ്മളോട് ആ കാക്കറിനെ പുതണ്ണിന്റെ ഡ്രസ്സ് ഭയങ്കര ഹെവിയാണ് അപ്പൊ ഇജ്ജും കുറച്ച് ഹെവി അല്ലെങ്കിൽ മോശം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കാക്ക ഇതന്നെ പോയിട്ടാണല്ലോ എഴുതിയിട്ടാണ് ഡെക്കറേഷൻ വേണ്ട സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരു സാധനം അടിച്ചു തരാം അതില് മൂപ്പര് എന്ത് ചെയ്ത് സെറ്റ് ആക്കി തന്നു സിമ്പായിട്ട് സിംഹത്തിന്റെ മാറി നിൽക്കൂ ഞാൻ പറഞ്ഞു പോർച്ചുഗലിന്റെ എംബ്ലം മാതിരി തോന്നുന്ന ഒരു സാധനം ഷൂമോ വേണം കിട്ടിക്കണേ കളർ മാറിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ആ സാധനം വേണം പറഞ്ഞു വാ നോക്ക വാ എടാ ടിഷ്യൂ വെച്ച് തുടച്ചാലോ ഇംപ്രസ് ചെയ്തു ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിച്ചുട്ടോ അതിന്റെ കൂടെ എല്ലാ ഷൂവിനെ ചോട്ടം വല്ല പങ്ങി പരിമി നടന്നേണ്ട ഞാനല്ലോ ഓൻ തന്നെ എന്തോ കാട്ടിയ എടാ ഷൂവിന്റെ ഫ്രണ്ടിലിട്ട് ചെളി ഒരു 10 മിനിറ്റ് സബൂർ കേട്ടോ മറ്റേതാ ഇങ്ങനെ പൊന്തിക്കണേ ഞാനോ പൊന്തിച്ചോ ഹലോ ഇവിടെ നിന്റെ പൊന്തിച്ചിട്ടല്ലേ അന്ന് അത് ശരി ഇന്ത്യ പൊന്തിച്ച സ്വന്തം പെണ്ണുങ്ങളത് ഷാൾ ഇതാക്കാൻ വെക്കൂല ലേഡീസ് സപ്പോർട്ട് തരാൻ വരൂ ഹെൽപ്പ് ലൈൻ ഓളെ സിംഗിളൊക്കെ എടുത്തോ പക്ഷെ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ ഞാൻ അടുത്തുന്നാല് പിന്നെ ഇജ്ജാടെ നിക്കാക്കണേ നല്ലേ ആ ഗ്ലോബോ ആ ഇത് എനിക്ക് കിട്ടൂല പ്രൗഡി നഷ്ടപ്പെടും പിന്നെ ഷോ ഫുള്ള് മുഖത്തൊക്കെ വരിക ആ കോൺഫിഡൻസ് ആണ് എനിക്ക് വേണ്ടത് എന്റെ കല്യാണത്തിനൊക്കെ
പിന്നെ ചേർന്ന് നിക്കണീല അർത്ഥമല്ല. ഞാനൊരു മൈക്ക് വെച്ചാലോ? മൈക്ക് വെക്കാം. ഇജെന്റെ ഫുൾ ടൈം റെക്കോർഡ് ഇടുവോ? മൈക്ക് വെച്ച് റെക്കോർഡാ എന്റെ മൈക്ക് വെച്ചോ അടുത്ത്? അതിന്റെ ഉള്ളിലുണ്ട്, ഉള്ളിൽ ഘടിപ്പിച്ചിക്കണ് ഉള്ളില്. സെറ്റല്ലേ? നിങ്ങൾ നടന്നാ മതി. ഇവിടെ ചായ ഉണ്ട്. അർഷിനോട് ഞാൻ പറഞ്ഞേ, അർഷിയെ ചൂടുള്ള ചായയാണ്, വണ്ടി മെല്ലെ വിട്ടിട്ട് വന്നത്, കൊണ്ടുപോയി കറക്റ്റ് ഒരു കുണ്ട് കിട്ടിട്ട് വന്നൊരു ചായ ഉണ്ട്. ഇപ്പൊ എങ്ങനെയൊക്കെ തുടച്ച് റെഡിയാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്കി വെച്ചു. എന്നാലും മോശമായിക്കണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീശാന്ത് ബോൾ എറിയാൻ പോയ പോലെ ഉണ്ട് ഇവിടെ, ഇങ്ങനെ പന്തരുത്തിയ പോലെ ആയിപ്പത്. കമന്റ്സിലെല്ലാരും ഇക്കാന്റെ ലുക്കിനെ റേറ്റ് ചെയ്യട്ടാ, എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ളത്. ആ എന്താ പോപ്പറോ അതൊക്കെ ഇപ്പൊ തന്നെ പൊട്ടിച്ചാൻ പറ്റും. തോണി നിൽക്കുന്ന ഷോട്ട് വേണം. തോണി തോന്നണേ കാഞ്ചന മൊയ്തീനുള്ള അത് വേണോ? കാഞ്ചന മൊയ്തീനുള്ള ഫാസ്റ്റ് ആക്കും. ഷോട്ട് ഉണ്ട് റയറാ വേണോ? എടാ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. മേക്കപ്പ് നമ്മള് നോട്ട് ചെയ്തിക്കണ്. മേക്കപ്പ് നമ്മള് നോട്ട് ചെയ്തിക്കണ്. കല്യാണല്ലേ? പുളിയറമ്പിനെ കല്യാണത്തിനുണ്ടോ അവിടെ? കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തായാലും പുളിയറമ്പിനെ പിടിച്ച് ഷൂട്ടിൻ്റെ ഇടയിൽ കിട്ടാലോ എന്നുള്ള, ഷൂട്ട് കഴിഞ്ഞിട്ട് ഷർട്ടിനുള്ളിൽ കിട്ടാലോ എന്നുള്ള ഒരു പ്ലാൻ നമ്മൾ നോക്കി നോക്കാം. എന്താടാ ഫ്രെയിമേ മാറി നമ്മളെ വ്ളോഗിന്റെ ഫസ്റ്റ് ലുക്ക്. ഞാൻ നാടൻ ഫ്രെയിമിനെ ഒറ്റയടിക്ക് ഭയങ്കര ഇജ്ജ് പറയുന്ന രീതിയിൽ അഭിനയിക്കണ ആളാണ്. മമ്മൂട്ടിന്റെ ഒരു ഒറ്റ ടേക്ക് ക്യാരക്ടർക്ക് മാറണേ. ഓള് ഫ്രണ്ടിലേക്ക് വെച്ച് കുറച്ച് ബാക്കിൽ ഇങ്ങനെ നിൽക്കണം. അത് പറ്റൂല. ഒരു കൈ ആ ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവും? ഇത്ര 300 മീറ്റർ. ഇത്ര എത്ര ഡിസ്റ്റൻസ്? ഇങ്ങനെ ഞാൻ നിൽക്കണ പോലെ. ഞാൻ ഇവിടെ ഓള് ഇവിടെ, ദൂരത്തെ പ്രണയിച്ചവൻ. ഞാൻ ഓളെ ബാക്കിലേക്ക്, ഞാൻ ഓളെ ബാക്കിൽ കിടന്നു. ആരംഭത്തിൽ തന്നെ അപമാനം. അത് കഴിഞ്ഞിട്ട് ഇരിക്കിടാനൊന്ന് മുന്നിൽ വേണ്ടത്. ഇന്റെ പോസ്റ്റ് ഇന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടണമെങ്കിൽ ഞാൻ മുന്നിൽ തന്നെ വേണമെന്ന് ബാസില്. ഞാൻ ബാക്കിൽ റീൽ ആടൂല കേട്ടോ, അങ്ങനെ പ്രശ്നമുണ്ട്. മുന്നിലിരുത്തണം. ഒറ്റക്ക് എടുത്തിട്ടോ റെഡി റെഡിയാണ്. അല്ല ഇന്റെ ഒറ്റക്കൊന്നും വേണ്ടപ്പോ ഡ്രസ് ഇട്ടു. ഇതെന്താ കബാലിയില് രജനി വരെ, രജനീകാന്ത് സ്റ്റൈലില്ല കേട്ടോ, റൊമാൻസ് ഒന്നും ഇല്ല. ഒന്ന് ചിരിക്കേ, ഫീല് വരണം, ഫീല് വരുത്തണം. നമുക്ക് ഈ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടേ എന്റെ ആട്ടും കൂടി പോയി ഫീല് കൊടുന്ന റൊമാൻസ് വരട്ടെ. റൊമാൻസ് അതെയോ? ഇതെന്താ KGF 3 ഷൂട്ടിങ്ങോ? സോറി, നമ്മളൊരു പൊടിക്ക് താവാൻ പാടില്ല. താവണില്ല. ഇപ്പൊ പുഷ്പയാണോ? താളത്തില്ലടാ. ക്യാമറയൊക്കെ നോക്കല്ലേ. വേണ്ട കൈ നേരെ ഇങ്ങനെ വെച്ചാൽ ഇത്ര മാത്രം. ഇവന് ഇത് ഇവന്റെ പെണ്ണുങ്ങൾ തന്നെയല്ലേ അപ്പൊ നിങ്ങൾ ക്യാമറ നോക്കണ്ട. ഇങ്ങനെ കാര്യങ്ങൾ നടക്കണ്ടല്ലേ അസറോ? ഞാൻ അങ്ങനെ നിന്നാ മതി. അപ്പുറം നിന്നും പറഞ്ഞു കൊടുക്കുന്നത് ഇർഫാനത്ത കല്യാണം 5 രീതിയിൽ പറന്ന് കളിച്ചേ. ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, ടർഫ് ടു ബി, പിന്നെ ഹൈദരാബാദി ടു ബി, ബീച്ച് ടു ബി, അറേബ്യൻ നൈറ്റ് ടു ബി. എല്ലാ ബീകളും ബി വെഡിങ്സിന്റെ നേതൃത്വത്തിലാണ് കഴിച്ചത്. അസറുദേ ഫ്രെയിം, അസറാണ് നമ്മളെ വ്ളോഗിൽ ഇങ്ങനത്തെ ഫ്രെയിം കൊടുത്തിട്ടോ. നമ്മളെ വ്ളോഗത്ത് ആരും ഈ ഒരു ഫ്രെയിം ഒന്നും ജനിച്ചിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് പാടമുള്ള ഫ്രെയിം. ആ ചിരിക്കണേനാണ് സീൻ ഉണ്ടാവില്ല. ഇപ്പൊ പൊട്ടിച്ചിരിക്കൂട്ടോ. ആ ഡയലോഗ് എനിക്ക് ഇതിൽ ഓർമ്മ തന്നെ.
ഹർഷിക്കന്റെ ചെറിയുണ്ട് പിന്നെ ഓൻ ചെറിയല്ലേ ഞങ്ങളെ നോക്കല്ലേ ഒറ്റയ്ക്ക് മമ്മൂട്ടി വൈബ് സാറ് ഓളെ കാണുമ്പോൾ ക്യൂട്ട്നെസ് വരികയാണ്. അവളെ കാണുമ്പോ ഹൃദയാലിനുണ്ട് ഉള്ളില് മാസാണെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പോ ആ സന്തോഷം പെണ്ണിട്ടിയല്ലോ എന്നുള്ള സന്തോഷം മുഖത്ത് വരികയാണേ. അത് മറച്ചക്കാൻ വയ്ക്കണില്ല നമ്മളെ മുന്നില്. തിരിച്ചോട്ടോ അപ്പൊ വരട്ടോ. ഹലോ ചേച്ചി ഹായ്. ആ ചേട്ടൻ വന്നാ ചായയാ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ടച്ചിങ് 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 ടച്ചിങ്. അപ്പൊ ഇന്നൊരു ചാച്ചയാവും. ഇജിന്റെ കൈമ പിടിക്കരുതല്ലോ. കൈ കൊടുത്തണ്ടേ ഇജിന്റെ കൈമ പിടിക്കരുത്. പിന്നെ ഓളെന്താ ചെയ്യണ്ടേ? അഭിനയിക്കാനാണ് കേട്ടോ. ഇവളാകെ കുടുങ്ങിട്ട പാവണ്ട്. ഏത് നേരത്താണാവോ ഞാൻ യെസ് പറഞ്ഞത്. അല്ല കല്യാണ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആവോളം ഇവർക്ക് ടൈം ഉണ്ടല്ലേ തീരുമാനിക്കാൻ? എന്തിന്? ഈ പിരാന്തന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം KGF പുഷ്പയൊക്കെ കണ്ടാണ്ടേ ആ അതന്നെ ഇപ്പം ലാസ്റ്റ് കണ്ട പടങ്ങൾ ഏതൊക്കെ അറിയോ? KGF, പുഷ്പ, അതുപോലെ ദേവര. ബാസിൽ ആകെ ഉള്ളിലല്ല ടെൻഷൻ ഉണ്ടാകുന്നത്. KGF പുഷ്പൻ ദേവരയൊക്കെ കണ്ടിട്ട് ആകെ മാസമായിക്കണം. മോളെ ഹായ് ചേട്ടൻ വന്ന്. ആ ചേട്ടാ എപ്പോ വന്ന്? കൈ കൊടുക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാമിക്കാ. ടച്ചിങ്സ് ഇല്ലേ? ഫസ്റ്റ് ടച്ചിങ്സ് കൊടുത്ത് പാളി കൈയടിച്ചപ്പോഴേ ആ ബാസിൽ അത് ഇഷ്ടപ്പെട്ടില്ലാവുന്നു. ഞാൻ പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞതാണ് പിന്നെ എന്തിനാ ഇത്ര വലിയ എനിക്കല്ല അത് ജാടല്ലത് ചിലപ്പോൾ ഉൾഭയാവും. ഈ പെണ്ണുങ്ങളിങ്ങനെ പെട്ടെന്ന് ഒരാളെ മെത്ത് തൊടാന്ന് പറയുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ടെൻഷൻ. എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല. ഓന്റെ ഷൂട്ടില്ലാത്ത ടെൻഷൻ ഇപ്പൊ നോക്കണേ. ഇക്കുവിന് ടെൻഷനൊന്നുമില്ല. ആകാശ ദൃശ്യങ്ങളെ വരാൻ പോണോ? ബാക്കിൽ മുന്നിൽ നിൽക്കണേ. അപ്പൊ ബാസിലോ? ചെല്ലം ചെല്ലം നടക്ക് വിളിക്കുന്നുണ്ട്. ചെല്ലം ചാടി നടക്കണ കുഞ്ഞാണി. ഹൈ ഹൈ ഞാനും ബാസിലം പോലൊരു കുഞ്ഞാണി. തുള്ളി തുള്ളി നടപ്പ് കയ്യു തൊടാതെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണേ. നീയോ ഞാനോ ഞാനോ നീയോ പോതിയാപ്ല. ഇതെന്താ ബൊക്കെ കൊടുക്കേ? കൈ തൊടാതുള്ള കൈപ്പിടുത്തം. ഇവരെന്താ അത്ര പേടി? ഷോക്കടിക്കണ്ടാ? ഓ ഭയങ്കര ഫ്രെയിം ഇട്ടാ. നെക്സ്റ്റ് ഒന്നുകൂടി ചിരിക്കൂ. ഒന്നും പുഞ്ചിരിക്കൂ. ഒരു ഹസ്ബൻഡിനെ കിട്ടിയ സന്തോഷം വരട്ടെ മുഖത്ത്. അത് വേണം നെശ്വാ. ഇപ്പൊ വാസിൽ വെക്കേ ആ മൂടുക്ക് വന്നു. ക്യാരക്ടർ വന്നു. ഇനി ഇപ്പൊ നെശ്വ ബാക്കിലാണ്. ഇനി കേറി വരണം. അല്ലല്ല ഓളെ ഇനി മുന്നിൽ എത്രയും നേരം ആദ്യം സ്ഥാപിച്ചു. ഗ്യാപ്പ് ഇട്ടപ്പോ മെല്ലെ അഭിനയം പഠിച്ചു. ബാസിൽ ഇതൊക്കെ ഏതൊക്കെയോ രൺവീർ സിംഗിന്റെ വീഡിയോ ഒക്കെ കണ്ടാണ്ട് മെല്ലെ രാത്രി ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ദീപിക പദുകൊണ്ട് പിടിക്കുന്ന സ്റ്റൈലും ഇതൊക്കെ. ഞങ്ങളോ അതാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? എനിക്ക് ആവശ്യം വരും. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഓ ആരെ പറയണേ? താങ്കൾക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ ആദ്യമായിട്ട് ഞാൻ ബാക്കിൽ നിൽക്കണം കേട്ടോ. സിമ്പിളായിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. ആ സന്തോഷത്തിന്റെ മുഹൂർത്തത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ അത് വരും. തുടർന്നുള്ള ജീവിതത്തിലുള്ള ആ ഒരു മനോഹാരിത നിമിഷങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ മുഖത്ത് താനെ വരും. തളരെ ഇപ്പൊ തന്നെ തളർന്ന എങ്ങനെ ശരിയാവും?
ടെൻഷൻ ഒക്കെ എന്നെ കണ്ടാക്കി ടെൻഷൻ ആണോ? ടെൻഷൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഒന്ന് കറക്കോ ഓളെങ്ങനെ ഫിംഗറിലിങ്ങനെ വെറുതെ ഫിംഗറിലിങ്ങനെ പറഞ്ഞ് ടെൻഷനാക്കി ഞാൻ കിട്ടുന്നാലോ നിങ്ങളെ കൊപ്പ കൂട്ടി വന്നാണോ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നോട് എന്തൊക്കെയാ പറയണോ എല്ലാം ജയിച്ചു. അത് ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. ഓപ്പ് എങ്ങനെയൊക്കെയോ ഒന്ന് ചിരിച്ചതാണല്ലേ ഇതുവരെ ബാസിലെ ഇവിടെ ഒന്ന് കറക്കുക. ഇവിടെ ഒന്ന് കറക്കിയെങ്കിൽ അടിയിൽ നിന്ന് ഷോട്ട് എടുക്കാം, മേലെ നിന്ന് ഷോട്ട് എടുക്കാം. നല്ല രസം ഉണ്ടാവും. അല്ല അങ്ങോട്ട് വെക്കണോ? ഇല്ലല്ല ഒന്നുകൂടെ മേലെ നിന്ന് ഷോട്ട് എടുക്കട്ടെ. ചെറുച്ചേട്ടാ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ബാസിലിൻ്റെ പ്രിയപ്പെട്ട വൈഫിൻ്റെ ഡ്രസ്സ് അടുപ്പിച്ചതും തയ്പ്പിച്ചതൊക്കെ നമ്മളെ കയാലിൽ നിന്നാണ്, നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെയാണ്. അപ്പം ഇത് ലാസ്റ്റ് വെച്ചിട്ടാണ് ബാസിൽ നമുക്ക് കൊണ്ടുതരുന്നത് അല്ലേ? ആദ്യമേ പറയാതെ അവസാനം വെച്ചിട്ട് ഓക്കൊരു നല്ല ഡ്രസ്സ് വേണം, പെട്ടെന്ന് നമുക്ക് ഷൂട്ടിനൊക്കെ ഇടാൻ പറ്റിയ നല്ല സൂപ്പ്. ഞാൻ പറഞ്ഞു ഇത് കുറച്ച് പണിൻ്റെ, ആണുങ്ങളെ ഡ്രസ്സ് തയ്പ്പിച്ചോണ്ട് അത് ഫുൾ ഹാൻഡ് വർക്ക്ഡ് വേണം. സാധാ നോർമൽ എന്ന് പോരാ, ഫുൾ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് അങ്ങനെ കാണാത്ത യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ടൈം ഉണ്ടായി അല്ലേ? ഒരാഴ്ച ടൈം ഉണ്ടായി. പക്ഷെ നമ്മൾ നഷ്വക്ക് ഒരു നിർബന്ധമുള്ളത് കോഫി ബ്രൗൺ തന്നെ ആയിരിക്കണം എന്നാ. അപ്പോൾ നമ്മൾ പിന്നെ വർക്കും ഒരു റെഫറൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഓൺ ഡിസൈൻ കൊണ്ടുവന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ബോഡിയിലും ഈ ഒരു പോർഷനും ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ സ്ലീവും ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആണ്. പിന്നെ നമ്മൾ എന്നും കോമൺ ആയിട്ട് ഒരു ഗോൾഡ് അല്ലെങ്കിൽ ആൻറ്റിക് ആ ഒരു ടച്ചിലെ വർക്ക് കാണുന്നത്, അതിൽ നിന്നൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് സിൽവർ ഹാഷ് ആ ഒരു ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നഷ്വക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു. ബാസിലൂടെ ഒരു ഇതെന്റെ പ്രിയ പത്നിയുടെ വിവാഹ വസ്ത്രങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മാർവലസ്. ഇഷ്ടപ്പെട്ടോ? അതായത് ഇതിക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള സാധനത്തെ ഒരു ദിവസം ഇതിങ്ങനെ ചോദിച്ച് ഇതുണ്ടോ, പിന്നെ ഓളോട് അന്വേഷിച്ചപ്പോൾ ഓള് പറഞ്ഞ സാധനത്തെ വിളിച്ചിനി, അളവൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, പിന്നെ ചടപട ട്രെയിൽ ചെയ്യേണ്ടി വെച്ചല്ലോ. എന്തിനാണല്ലോ ട്രെയില് ഷാനത്ത അതായത് ഇനിയിപ്പോ കല്യാണ പെണ്ണിന് ഏതൊരു കല്യാണ പെണ്ണിനും എന്ത് ചെയ്യാ, കല്യാണത്തിന്റെ അന്ന് സ്റ്റേജ് മേർ കൊണ്ടുവന്നാണ്ട് സ്റ്റേജ് മേർ റൂം ഉണ്ടാവില്ലേ, അതിൽ കൊണ്ടുപോയി മാറ്റിയിട്ട് കയറി വന്നാലും നിക്കാണെങ്കിൽ അളവിലൊരു മാറ്റം വരില്ല. അളവിൽ മാറ്റം വരില്ല. പക്ഷെ നേരത്തെ പറയണം കേട്ടോ, നമ്മളെ കടയിൽ വരുന്ന സാധനം കൊണ്ട് വരുന്ന പോലെ മിനിമം ഒരു മാസം മിനിമം ഒരു മാസം മുമ്പെങ്കിലും വന്നിട്ട് നിങ്ങളെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണം. ഇത് നഷ്വന്റെ തന്നെ കളർ ചോയ്സ് ആയിരുന്നു ഇത് ചൂസ് ചെയ്യണുള്ളത്. ഇത് ബാസിലിന്റെ തന്നെ കളർ ചോയ്സ് ആയിരുന്നു. ഇത് നമ്മള് എന്താ വെച്ചാല് വർക്കൊന്നും ഇല്ലാതെ വർക്ക് കൊടുക്കേനി ഇതേപോലെ വേണ്ട വെച്ചു. പുതിയ നല്ല അടിപൊളി ആയിക്കോട്ടെ നെറ്റിപ്പാട്ടൊക്കെ വെച്ച് അത് നഷ്വക്ക് ഇഷ്ടമായി, ബാസിലിന് ഇഷ്ടമായി, എല്ലാവർക്കും ഷെയർ. ഇവിടെ വെക്കോ ബാ ഇഷ്ടാണ്. ഇവിടെ ഒന്ന് പറയണേ ഇഷ്ടമായിക്കണോന്ന്. ഡ്രസ് ഇഷ്ടപ്പെട്ടോ? ഭാവി അതായത് ഈ ഭാവിയിൽ പെണ്ണിട്ടുള്ളതാണ്. എന്റെ ഒരു വൈഫിന് എങ്ങനത്തെ ഒരു കളർ, എങ്ങനത്തെ കളർ ചൂസ് ചെയ്യാൻ കളി വെക്കാം, എങ്ങനത്തെ കളർ ചൂസ് ചെയ്യാം? അങ്ങനെ ചോദിച്ചല്ലേ? ഈ ഒരു ബ്ലാക്കും ഓളൊരു റെഡും
പ്രകൃതി. ഇനി ഇത് കാണുന്ന ആരെങ്കിലും നബീലുക്കുന്റെ വൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളർ പറയട്ടെ. ഇഷ്ടമുള്ള കളർ കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ ആ കളർ ചൂസ് ചെയ്ത് നമ്മൾ കയ്യിൽ നിന്ന് അടുപ്പിച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെയുണ്ടല്ലോ അപ്പൊ ഓപ്ഷൻസ് പലതും ഉണ്ടല്ലോ. അപ്പൊ ഇനി ബാക്കിയുള്ള ഷൂട്ടിന്റെ കാര്യങ്ങളും ഇതൊക്കെ കാണാൻ നമ്മളെ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ലവ് നോട്ട്സിന്റെ സൈഡിൽ നിന്നും അർഷി ഷൂട്ടിനെ കുറിച്ച് ബാസിൽ ഷൂട്ടിനെ കുറിച്ച് 2 വാക്കുകൾ പറയാൻ വേണ്ടി വരുന്നുണ്ട്. ഓലും കൂടി നമുക്ക് ക്ഷണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി സൈഡിൽ നിന്നും ഹർഷി നമ്മളെ കൂടെ ചേരുന്നു ലവ് നോട്ട്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. അപ്പം ആക്ച്വലി ഇതിൻ്റെ ഫുള്ള് കോർഡിനേഷൻ, കാരണം കല്യാണത്തിന് നമുക്ക് ഉറപ്പിനി ഒരുപാട് ആൾക്കാർ 10, 3000, 4000 ആളുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ ഒരു തരത്തിലുള്ള നല്ല ഫോട്ടോസും കിട്ടാനുള്ള സാധ്യതയില്ല. കുടുംബക്കാർക്കുള്ളത് കിട്ടുള്ളൂ നമുക്ക് അറിയിനി. അപ്പോൾ ഹർഷിയാണ് ഇങ്ങനെ ഒരു പ്ലാനും കാര്യങ്ങളും പറഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കണം എന്നുള്ള രീതിയിൽ ഹർഷി പറഞ്ഞത്. അപ്പം ഈ ഒരു ഷൂട്ടിനെ കുറിച്ച് എന്താണ് ബാസിൽ ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണോ? അല്ല, ഞാൻ അങ്ങനെ ഡെയിലി തന്നെ എനിക്ക് പരിപാടി. ഞാൻ നേരത്തെ അറിയാതെ ചോദിച്ചു. എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടാക്കും അങ്ങനെ വരാതെ ഫസ്റ്റിലൊക്കെ ഇങ്ങനെ കുടുങ്ങിന്നല്ലോ. അപ്പൊ ഞാൻ അസറിനോട് പോയി അറിയാതെ ചോദിച്ചു. ആദ്യമായിട്ടാണ് തോന്നുന്നില്ല അല്ലെ അസറും ആടാ, എന്നിട്ട് പിന്നെ ആദ്യമായിട്ടല്ല കല്യാണം. ബാസിലെ ഒറ്റയ്ക്ക് സിംഗിൾ എടുക്കുമ്പോ ബാസിൽ പുലിയാ. പക്ഷെ ഓളെന്താ ബാസിൽ പെൺകുട്ടികളെ ഇത്രയും കാലം നിൽക്കാത്തതുകൊണ്ടാണത്. എടുത്തൊക്കെ ഒരു പൂക്കി മൈൻഡ് സെറ്റ് മാറുന്നുണ്ട്. നമുക്ക് ഇതേ നടക്കുള്ളൂ. അത് പറഞ്ഞ കാര്യമില്ല. ഇങ്ങനെ ഒരു 50 രൂപേന്റെ കൂടി അത് ഇത്രയും കാലം അതേ നടന്നിട്ടുള്ളൂ. ഇന്നത് നടക്കൂല. നമ്മളിങ്ങനെ ചെക്കന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി നടക്കൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? നല്ല ഇതേനു. അപ്പൊ അർഷി ഇന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അർഷി? ഉഷാറായി. ഓ കുറച്ച് ഇറങ്ങാറായിട്ട് ഫീലിങ്സ് വരാറുണ്ട്. എനിക്കാണ് ബാസിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് അറേഞ്ച്ഡ് മാരേജ് ആകെ ഒന്ന് ബാക്കി തെറ്റോ. അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് തന്നെ അതായത് ഒരു ലിങ്ക് വരാനുണ്ട്. അപ്പൊ ആ ലിങ്ക് വരുമ്പോൾ നമുക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഷൂട്ടിന് വിളിച്ചാൽ എക്സ്പ്രഷൻ ഒക്കെ താനെ വരും. ഒരു 3 ആഴ്ച കഴിഞ്ഞ് ഷൂട്ടിന് വിളിച്ചാൽ കുറച്ചുകൂടി വരും. പിന്നെ കുറച്ച് തീരെ വരും. അപ്പൊ ആ ഒരു സ്വീറ്റ് സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപ്ചർ ചെയ്യണം. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ ഇനിയും ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ കിട്ടും. അതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ ഒരു ഷൂട്ടിംഗ് ആൻഡ് പോസ്റ്റ് വെഡിങ് ഷൂട്ട് ആൻഡ് ഡ്രസ്സിന്റെ ഷൂട്ടൊക്കെ കണ്ടതിന് എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചിരിക്കുകയാണ്. ഡ്രസ് എടുക്കാൻ കയ്യാലേക്ക് വരാ, നിങ്ങൾ കല്യാണത്തിന് ഫോട്ടോ എടുക്കാനല്ലോ സുഖം വരിക. ഫുൾ പാക്കേജ് ആണ് നമ്മള്. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും ബാസിലിന് വേണ്ടി കമന്റ് ബോക്സിൽ പ്രാർത്ഥിക്കുക. കമന്റ് ബോക്സിലൊക്കെ ഇപ്പൊ പ്രാർത്ഥിക്കുക എല്ലാവരും. അത് ശരി. ഗൂഗിൾ പേ ചെയ്യുക. ബാറക്കല്ലാഹു ലക്കും വബറക്കല്ലാഹു വഅലൈക്കും വറഹ്മത്തുള്ളാഹി ഇവരാദ്യം പ്രാർത്ഥന. അപ്പം ബാറക്കല്ലാഹ് എന്ന പ്രാർത്ഥന എല്ലാവരും ചൊല്ലുക. അപ്പൊ ഈ ഒരു വ്ളോഗ് കണ്ടതിന് എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വ്ളോഗുമായി ബാസിലിന്റെ ചാനൽ വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. പിന്നെ ഗപ്പിൾ വ്ളോഗ്സ് നമുക്ക് പ്രതീക്ഷിക്കാമോ? ചെറുതരത്തിലുള്ള ചെറുമട്ടം ഒരു Q&A, ഒരു സ്ട്രീമിംഗ്, അപ്പം ഒരു ചെറുമട്ടം സ്ട്രീമിംഗ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കുറച്ച് ഗപ്പിൾ ലൈഫ് ഇന്റെ വീഡിയോസിൽ കഴിഞ്ഞ ഒരു ക്യാമറമാനായി. അപ്പം ബാസിലിന്റെ ലൈഫിലേക്ക് ഒത്തൊരാൾ ബാസിൽ എപ്പോഴും എടുത്തരാൻ ആളില്ല അങ്ങനെ പറയും. അപ്പൊ ബാസിലിന് വ്ളോഗ് എടുത്തെടുക്കാനും തിരിച്ച് ഓൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പഠിച്ചവനെ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തമ പുരുഷനായിട്ടുള്ള ഒരു ഭർത്താവിനെ കിട്ടാനും ബാസിലിനെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. രണ്ടാളുടെയും ജീവിതം മനോഹരമാക്കാനും അനുഗ്രഹീതമാക്കാനും പഠിച്ചവ സഹായിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. ഒരു സാധനം കൂടി എടുത്താൽ പെട്ടെന്ന് അർച്ചിയ